ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പോൾ ഒട്ടുമിക്ക പേർക്കുള്ളൊരു പ്രശ്നമാണ് വെള്ളയപ്പം റെഡിയാക്കി കഴിഞ്ഞാൽ ശരിയാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആർക്കും ഇനി ടെൻഷൻ വേണ്ട, ഞൊടിയിടയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടത്. നമുക്കിതിലേക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ അതല്ല കുറുമക്കറിയോ ഒക്കെ നമുക്കിതിലേക്ക് അടിപൊളി കോംബോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി നമ്മൾ ഒരു 6-7 മണിക്കൂറോളം കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്. നമ്മളിത് സ്റ്റെയിനറിലേക്ക് മാറ്റി എടുത്തിട്ടില്ല, ഞാനിതിൽ ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളം നല്ലപോലെ അങ്ങ് വാർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. റൈസിന് പകരം നിങ്ങൾക്ക് അവിലുണ്ടെങ്കിൽ അവിലെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചിരകിയെടുക്കാനായിട്ട് പൊട്ടിച്ചെടുത്ത നമ്മുടെ തേങ്ങാ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഈസ്റ്റ് വേണം. അപ്പം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള പച്ചരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതാട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി റൈസോ ഒന്നല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, സാധാരണ നമ്മുടെ റേഷൻ കടയിലത്തെ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്കിത് 2 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു ചോറ് ചേർത്ത് കൊടുക്കും. ഒരു 4 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 പിടിയോളം നമ്മൾ ചോറും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു തേങ്ങാ വെള്ളം കൂടെ ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒത്തിരി അങ്ങോട്ട് വെള്ളമായി പോണ്ട. നമ്മുടെ റൈസിൻ്റെ കറക്റ്റ് ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നരച്ച് നല്ല. ഇതാ നമ്മുടെ ഈ ഒരു അരിയുടെ മീതക്ക് നമ്മൾ വെള്ളം വരാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടാ. 10 രൂപക്ക് നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന ഈസ്റ്റില്ലേ, അതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ, നമ്മളിത് 2 തവണ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്തതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ നല്ല തിക്കായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അപ്പത്തിന് നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചേർത്തെടുക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്കിത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തെങ്കിലാണ് നമ്മുടെ മാവ് നല്ല പോലെ അങ്ങ് പൊളിച്ചു പൊന്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നാളെ രാവിലെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു വെച്ച മാവ് നല്ല പോലെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിത് അപ്പം റെഡിയാക്കി എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പച്ചട്ടി ഉള്ളവർക്ക് അപ്പച്ചട്ടി എടുത്താൽ മതി. 2 തവി മാവ് ഒഴിച്ച് കൊടുക്കാം.
വറ്റിച്ചങ്ങെടുക്കാം. ഇതൊന്ന് മൂടി വെക്കാം, എടുത്തു മാറ്റാം. കണ്ടില്ലേ, നല്ല ചൂടാണ്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.